അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയ നിറഞ്ഞ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വിസ്ഡം യൂത്ത് പ്രൊഫഷണൽസ് ഫാമിലി കോൺഫറൻസ് അതിൻ്റെ ജൈത്രയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട്, കൃത്യമായിട്ട് ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ തൊഴിലിൻ്റെ സമയങ്ങൾക്കിടയിലും വർക്ക് ലൈഫ് ബാലൻസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, പ്ലാൻ ചെയ്യാം, ഈ രീതിയിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലായിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് പ്രൊഫൈസ് എന്നുള്ളത്. അതിൻ്റെ ഈ ഒരു എഡിഷനിൽ ആദ്യ ദിവസത്ത് സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ ഈ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു തലക്കെട്ടിൽ ചർച്ച നടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ വളരെ വിശിഷ്ടരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഇതിന് ഒരു ആമുഖം നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, സത്യാനന്തരം, ഇംഗ്ലീഷിൽ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എന്നാണ് സത്യാനന്തരത്തിന് ഉപയോഗിക്കുന്ന പദം എന്നുള്ളത്. 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആ ഒരു വർഷത്തെ വാക്കായിക്കൊണ്ട് തിരഞ്ഞെടുത്തൊരു പദമാണ് പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തരം എന്നുള്ളത്. 2016 വർഷത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്കൊക്കെ അറിയാം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വർഷമാണത്. അമേരിക്കയിലെ രാഷ്ട്രീയ, സാമൂഹിക, മാധ്യമ രംഗങ്ങളിലുള്ള മുഴുവൻ ആളുകളും അന്ന് ട്രംപിനെതിരെ മത്സരിച്ചിരുന്ന ഹിലറി ക്ലിൻ്റൺ തീർച്ചയായിട്ടും ജയിക്കുമെന്നും, ഒരു റിയൽ എസ്റ്റേറ്റുകാരനായിട്ടുള്ള ഒരു കോമാളിയായി പലരും മുദ്ര കുത്തിയിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയസാധ്യത വളരെ തുച്ഛമാണെന്നും ഹിലറി ക്ലിൻ്റനാണ് വിജയസാധ്യത കൂടുതലെന്നും പറഞ്ഞിരുന്നൊരു സന്ദർഭത്തിൽ 2016 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിൽ നമുക്കറിയാം, ഒരു സോഷ്യൽ മീഡിയകളുടെയും മറ്റൊക്കെ വളർച്ച തുടങ്ങിയിരുന്നൊരു കാലഘട്ടമാണ്. സാധാരണ രീതിയിലുള്ള മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയകൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. അപ്പോൾ തെറ്റായിട്ടുള്ള വാർത്തകൾ വഴി, ഫേക്കായിട്ടുള്ള ന്യൂസുകൾ വഴി, ട്രംപിൻ്റെ പ്രസംഗങ്ങളിൽ വരെയും ഒരുപാട് തെറ്റായിട്ടുള്ള വിവരങ്ങളും ആളുകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങളും ആ രീതിയിലൊക്കെയുള്ളൊരു പ്രചരണത്തിലൂടെ സത്യങ്ങൾ മൂടിവെച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് ആളുകളുടെ വൈകാരികതക്കും മറ്റൊക്കെ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടമായിട്ട് നമ്മുടെ ഈ ഒരു ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള രീതിയിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി തന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിക്കൊണ്ട് അതിനെ നിർവചിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. യഥാർത്ഥ സത്യങ്ങൾക്കപ്പുറത്തേക്ക് ആളുകളുടെ വൈകാരികവും അതുപോലെ തന്നെ ആളുകൾക്ക് പ്രീതിയുള്ള രീതിയിലുള്ള കാര്യങ്ങളെ സത്യമാണെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ചരിത്രത്തിലുടനീളം ഈ ഒരു 2016 മാത്രമല്ല, അതിനു മുന്നേയും ഈ ഒരു വാക്ക് പല രീതിയിലായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നാസി ജർമ്മനിയുടെ ഒരു ചരിത്രം നമ്മൾ പലപ്പോഴായി പല സംസാരങ്ങളിലും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒരു വിഭാഗത്തോടുള്ള ഒരു എതിർപ്പ്, പ്രത്യേകിച്ച് അന്ന് ജർമ്മനിയിൽ ജീവിച്ചിരുന്ന യഹൂദർക്കെതിരെ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടൊരു പ്രൊപ്പഗണ്ട വർക്ക് ചെയ്തുകൊണ്ട് യഹൂദർ ആളുകൾ വെറുക്കപ്പെടേണ്ട ആളുകളാണെന്നും അവരാണ് ജർമ്മനിയിലുള്ള ആളുകൾക്ക് അവിടെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിനും അവരുടെ സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു തെറ്റായിട്ടുള്ള ആഖ്യാനം നിർമ്മിച്ചുകൊണ്ട് ഒരു യഹൂദർക്കെതിരെ, ജൂതന്മാർക്കെതിരെയുള്ള ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത് നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ്. എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഹിറ്റ്ലറുടെ കീഴിൽ ഗീബൽസ്, പ്രൊപ്പഗണ്ട മിനിസ്ട്രി തന്നെ നേതൃത്വം നൽകിയിരുന്ന ജോസഫ് ഗീബൽസിൻ്റെ നേതൃത്വത്തിൽ
കൃത്യമായിട്ട് ആസൂത്രണത്തോട് കൂടിയിട്ട് അന്ന് ലഭ്യമായിരുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജൂത വിഭാഗങ്ങൾക്കെതിരെ വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ സിനിമകൾ ഉപയോഗിച്ചുകൊണ്ട്, റേഡിയോകൾ ഉപയോഗിച്ചുകൊണ്ട്, പത്രമാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ഒരു വിഭാഗത്തിനെതിരെ ആളുകളെ തിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് ഒരു 2014 ശേഷം NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തെറ്റായിട്ടുള്ള വാർത്തകൾ, ഫേക്ക് ന്യൂസുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സത്യാനന്തര കാലം എന്നുള്ളത് നിർവചിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാടും രാജ്യവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾക്കറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വകാര്യ ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ നൽകിയ സമയത്ത് അദ്ദേഹം പറയാണ്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഇമെയിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചതും അദ്ദേഹമാണെന്നും 1988 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്നൊരു റാലിയിൽ എൽക്കെ അദ്വാനി പങ്കെടുത്തൊരു റാലിയിൽ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ചിത്രം പകർത്തുകയും ഡിജിറ്റൽ ക്യാമറയിൽ പകർത്തുകയും അത് പെട്ടെന്ന് തന്നെ ഡൽഹിക്ക് അയക്കുകയും അടുത്ത ദിവസത്തെ പത്രത്തിൽ കളർ ഫോട്ടോ ആയിക്കൊണ്ട് അദ്വാനിയുടെ ചിത്രം വന്നുവെന്നും അത് അദ്വാനിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം വളരെ ആശ്ചര്യനായെന്നും എങ്ങനെയാണത് സാധിച്ചത് കാര്യങ്ങളൊക്കെ നരേന്ദ്രമോദി ഒരു സ്വകാര്യ ചാനൽ ഇൻ്റർവ്യൂവിൽ ഈ അടുത്തായിട്ട് പറയുന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അതിനെ വളരെ ഗൗരവപൂർവ്വം കണ്ട ആളുകളുണ്ട്. കാരണം പ്രധാനമന്ത്രിയാണ് പറയുന്നത്, വളരെ ആധികാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ പരിശോധിച്ചു. കാരണം 1988 വർഷം എന്ന് പറയുമ്പോൾ ഇമെയിൽ സംവിധാനങ്ങൾ വരുന്നത് 1995 വളരെ വ്യാപകമായിട്ട് വരുന്നത്. അതിനു മുന്നേ എങ്ങനെയാണ് പ്രധാനമന്ത്രി അത് ഉപയോഗിച്ചത്? അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയൊന്നും ഈ ഒരു വർഷത്തിലൊന്നും അത്ര സജീവമായിട്ട് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തി പോലും വളരെ ആധികാരികമായിട്ട് ആളുകൾക്കിടയിലേക്ക് തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സത്യാനന്തര കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളും സത്യാനന്തര കാലവും എന്നുള്ള ഈ ഒരു ചർച്ച നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ തൂൺ എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തെ അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും അതിൻ്റെ സുതാര്യതയും വിശ്വാസ്യതയും എല്ലാം മുറുകെ പിടിക്കേണ്ട മാധ്യമങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ദൗത്യം എന്താണെന്നുള്ളതാണ് ഈ ഒരു സെഷനിലുടനീളം നമ്മൾ ചർച്ച ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പത്രമാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതൊരു വ്യക്തിക്കും നിമിഷ നേരം കൊണ്ട് ഒരു റിപ്പോർട്ടറായിട്ട് മാറാനുള്ള സാഹചര്യമാണ്. ഒരു മൊബൈൽ ഫോണും നല്ലൊരു ക്യാമറ ഉള്ള മൊബൈൽ ഫോണും അത് അവതരിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെ നിൽക്കുന്ന ഒരാൾക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഒരാൾക്കും ഇന്നൊരു റിപ്പോർട്ടറായിട്ട് മാറാനുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് നമുക്കറിയാം, ഒരു വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗൾഫിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ കത്തുകൾ എഴുതിക്കൊണ്ട് ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് നമുക്ക് പലപ്പോഴും അവരുടെ വിവരങ്ങളും സുഖാന്വേഷണങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരുന്നത്. പിന്നീട് പത്രമാധ്യമങ്ങൾ വന്നു, റേഡിയോ സംവിധാനങ്ങൾ വന്നു, ടെലിവിഷൻ വന്നു. ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എവല്യൂഷൻ, പല രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് ഏത് സമയത്തും എവിടെയുള്ള ഒരാളോടും നമുക്ക് നേരിട്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ആവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആവട്ടെ നിരന്തരം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും മറ്റൊക്കെയുള്ളൊരു അവസരം ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും അന്നൊരു പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഒരു റേഡിയോ സംവിധാനങ്ങളോ ടെലിവിഷനോ വളരെ ലിമിറ്റഡാണ്. വളരെ കുറഞ്ഞ സംവിധാനങ്ങളാണ് അന്ന് കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വാർത്ത വരുന്ന സമയത്ത് അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാനും അന്നത്തെ എഡിറ്റർമാർ അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടൊക്കെയായിരുന്നു നമുക്ക് വാർത്തകൾ കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫേക്ക് ന്യൂസുകളുടെ, തെറ്റായ വിവരങ്ങളുടെ സാധ്യത വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് കാലത്ത് നമുക്ക് ഏതൊരാൾക്കും വാർത്തകൾ നിരന്തരം പടച്ചു വിടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ, ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളാവട്ടെ, ചെറിയ കുഞ്ഞു കുട്ടികളാവട്ടെ നിരന്തരം സോഷ്യൽ മീഡിയകൾ വഴിയും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലൂടെയൊക്കെ പല വിവരങ്ങളും നമുക്ക് കിട്ടുകയാണ്. പണ്ട് കാലത്ത് ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം തിരഞ്ഞു പിടിച്ചിട്ട് അതിൽ ഓരോ കാര്യങ്ങൾ വായിച്ചിട്ടൊക്കെ ഇന്ന് നമുക്കൊരു ക്ലിക്കിലൂടെ പല വിവരങ്ങളും കിട്ടുകയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഓവർലോഡ്
അത്രത്തോളം വിവരങ്ങൾ നമ്മളെ ഇടയിലേക്ക് വരുമ്പം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കേട്ടിട്ടുള്ള പല വാക്കുകളാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ എന്നുള്ളത്. അതുപോലെ തന്നെ പല രീതിയിലുള്ള അത്തരം വാക്കുകൾ രാജ്യത്തെ പല കാര്യങ്ങളിലും കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന വ്യക്തികളെ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ വരെ പല പേരുകളിലാണ് അന്ന് ഈ ഒരു കാലഘട്ടത്തിലൂടെയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. അർബൻ നക്സലുകളെന്നും ടുക്ഡേ ഗാങ്ങുകളെന്നും ജിഹാദികളും എന്നൊക്കെയുള്ള പദങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളെയും വിമർശിക്കുന്ന ആളുകളെ വരെ പല പേരുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ഈ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി പല പഠനങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. NDA സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളമാണ് വാട്സപ്പ് മുഖേന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തെറ്റായിട്ടുള്ള വാർത്തകൾ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചതെന്നും ആ രീതിയിൽ ആളുകൾക്ക് സത്യം ഏതാണ് അല്ലെങ്കിൽ കളവ് ഏതാണെന്ന് മനസ്സിലാക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള വിവരങ്ങൾ ആളുകൾക്കിടയിലേക്ക് നിരന്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ മുഖേന അറിയിച്ചുകൊണ്ട് ആ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലൂടെയാണ് NDA ഗവൺമെൻറ് അധികാരത്തിലേറിയത് എന്നുള്ള രീതിയിലുള്ള പല പഠനങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ മിസ്ഇൻഫോർമേഷൻ ഡിസിൻഫോർമേഷൻ ബോധപൂർവമായിട്ട് തെറ്റായിട്ടുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതിനാണ് നമ്മൾ ഡിസിൻഫോർമേഷൻ എന്ന് പറയാം. എന്നാൽ നമ്മൾ അറിയാതെ തന്നെ ഒരു തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നതിനാണ് മിസ്ഇൻഫോർമേഷൻ എന്ന് പറയാം. 2025 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയാണ് ലോകത്തിൽ തന്നെ ഈ 2 തരത്തിലുള്ള വാർത്തകളും മിസ്ഇൻഫോർമേഷൻ ആകട്ടെ ഡിസിൻഫോർമേഷൻ ആകട്ടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ട് ഏറ്റവും ഈ രീതിയിൽ തെറ്റായിട്ടുള്ള ആഖ്യാനങ്ങളും വാർത്തകളും നിരന്തരം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 2025 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രാജ്യങ്ങൾക്ക് അവിടുത്തെ സ്വതന്ത്രമായിട്ട് മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ ഇന്ത്യ 180 രാജ്യങ്ങളിൽ 151ാമത്തെ സ്ഥാനത്താണെന്നുള്ളത് കാണുവാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നമ്മുടെ ആഖ്യാനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ അഭിപ്രായ സ്വരൂപങ്ങളൊക്കെ പല രീതിയിൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ നമ്മളൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ. നമ്മൾ ഇൻസ്റ്റഗ്രാം ആകട്ടെ ഫേസ്ബുക്ക് ആകട്ടെ പല രീതിയിൽ പുതിയ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സോഷ്യൽ മീഡിയ ബബിൾ അല്ലെങ്കിൽ ഈ ഒരു ഫിൽട്ടർ ബബിളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ന്യൂസ് ഫീഡുകളിൽ എന്താണോ വരുന്നത്, നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് എന്താണോ ഇതാണ് ശരി, ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അൽഗോരിതങ്ങൾക്കനുസരിച്ചേക്ക് നമ്മുടെ ചിന്തകളും അഭിപ്രായ സ്വരൂപണങ്ങളും നടത്തിക്കൊണ്ട് ആണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഈ ഒരു ബബിളിൻ്റെ അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ഇന്ന് പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വർഗീയവാദിയായിട്ടുള്ള ഒരു വ്യക്തി കൂടുതലായിട്ട് അത്തരം വാർത്തകളാണ് അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുക ആ ഒരു അൽഗോരിതം അനുസരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു കൂടുതൽ വർഗീയവാദിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അങ്ങനെ എന്താണോ നമ്മുടെ ഫീൽഡിൽ വരുന്നത് ഇതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അൽഗോരിതങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ അടുത്തായിട്ടൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയ കുട്ടികളിലടക്കം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ള രക്ഷിതാക്കൾക്ക് പോലും അറിയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്കാണ് അറിയുന്നത്. വളരെ രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയാണ്. തൻ്റെ മകന് സൈക്കിൾ വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ സൈക്കിൾ വേണമെന്നുള്ള ഉപ്പാനോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് മോന് ചെറിയൊരു പ്രയാസം. അപ്പോൾ സുഹൃത്തിനോട് ഈ ഒരു കാര്യം പങ്കുവെക്കുകയാണ്. എനിക്കൊരു സൈക്കിൾ വേണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഉപ്പാനോട് പറയാൻ എനിക്ക് ചെറിയൊരു ബേജാറുണ്ട് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഈ ഒരു സുഹൃത്തിനോട് ഇദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഒരു കാര്യം ചെയ്യണം, ഉപ്പാൻ്റെ ഫോൺ വാങ്ങിക്കൊണ്ട് അതിൽ പല സ്ഥലത്തായിട്ട് സൈക്കിള് ന്യൂ മോഡൽസ് അല്ലെങ്കിൽ വോയിസൊക്കെ ആയിട്ട് നിരന്തരം അതിൽ സേവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ ഈ ഒരു കാര്യം ചെയ്യാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉപ്പ സൈക്കിൾ വാങ്ങിക്കൊടുക്കുകയാണ്. കാരണം ഈ ഒരു സന്ദർഭത്തിലിടയിൽ തന്നെ മോന് ഈ ആഗ്രഹം ചെറുതായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഫോണിൽ വാട്സപ്പിലാവട്ടെ മറ്റുള്ള ഗൂഗിൾ സെർച്ചിലൊക്കെ മോന് ഈ ഒരു സൈക്കിളിൽ നിന്ന് സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ
ഉപ്പ പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നിരന്തരം സൈക്കിളിൻ്റെ ചിത്രങ്ങൾ വരികയാണ്, അതിൻ്റെ പരസ്യങ്ങൾ വരികയാണ്. എന്നാൽ മോൻക്ക് നല്ലൊരു സൈക്കിൾ പല ഓഫറുകളും കാണുമ്പോൾ എന്നാൽ വാങ്ങിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അൽഗോരിതങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങൾക്കും അപ്പുറത്തേക്ക് നമ്മളെ സ്വാധീനിക്കുന്നത് ഇത്തരത്തിലുള്ള അൽഗോരിതങ്ങളാകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംസാരം അവസാനിപ്പിക്കുമ്പം ഈ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ കിട്ടുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് വസ്തുതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാവണം തീർച്ചയായിട്ടും നമ്മൾ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടത്. അതിന് ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നമുക്കറിയാം, ഈ ഒരു ചിത്രത്തിൽ കാണുന്നൊരു വ്യക്തി മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന വ്യക്തി ആൾട്ട് ന്യൂസ് എന്നുള്ളൊരു സംവിധാനം നടത്തുന്നൊരു വ്യക്തിയാണ്. തെറ്റായിട്ടുള്ള വാർത്തകൾ ഇന്ത്യയിലാവട്ടെ ലോകത്താവട്ടെ നിരന്തരം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. ഈ ഒരു ആൾട്ട് ന്യൂസ് എന്നുള്ളത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു ദൃശ്യമാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ന്യൂസ് ചാനലല്ല. അതിനപ്പുറത്തേക്ക് ഫേക്ക് ന്യൂസുകളെ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഡീബങ്ക് ചെയ്തുകൊണ്ട് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ തന്നെ ഒരു മീഡിയ ലിറ്ററസി നമ്മൾക്ക് ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വാർത്ത വരുന്ന സന്ദർഭത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇന്നൊരു AI കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈവൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും മലയാളത്തിൽ വോയിസ് നോട്ട് അയച്ചാൽ വരെ പല കാര്യങ്ങളുടെയും സത്യാവസ്ഥകളും മറ്റൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അപ്പം അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് വാർത്തകൾ നമുക്ക് ഫേസ്ബുക്കിലാകട്ടെ വാട്സപ്പിലാകട്ടെ അല്ലെങ്കിൽ ഏത് രീതിയിൽ ലഭിക്കുന്ന വാർത്തകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു കാര്യം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം എന്നുള്ളൊരു ഉപദേശം നൽകിക്കൊണ്ട് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.